ആഹ് എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ തലവേദനയുള്ള ഒരാളാണ് ഞാന്. ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഞാനിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയും ഒന്നാമത് ഞാൻ മീനങ്ങാടി പഞ്ചായത്ത് വയനാട്ടില് മീനങ്ങാടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് ഫീൽഡ് വർക്കാണല്ലോ. ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഈ തലവേദനയൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം മിക്കപ്പോഴും ഞാനിങ്ങനെ ചെയ്യാറില്ല. ചെയ്താൽ തന്നെ ആ 2 ദിവസത്തേക്ക് ഞാൻ ലീവ് ഉള്ള ദിവസം നോക്കിയിട്ടേ ഒന്നെങ്കിൽ ശനിയാഴ്ച ആണ് ചെയ്യല്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ലീവാണല്ലോ. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ചെയ്തു. ഹസ്ബൻഡ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു, ചേട്ടാ വല്ല ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുള്ളീൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് നരച്ചായിരുന്നു. പുള്ളി ഇന്ന് വരെ പുള്ളിക്ക് ഇപ്പം 52 വയസ്സായി. ഇതുവരെ പുള്ളി ഒരു തലയിലൊന്നും ചെയ്തിട്ടില്ല. എണ്ണ തേച്ച് കുളിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ചേട്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തല ചൊറിയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ദിവസമായിട്ടും പുള്ളി എണ്ണ തലയിൽ തേച്ചിട്ടില്ല. എന്നും എണ്ണ തേക്കുന്ന ഒരാളാണ്. ഇപ്പം ഇത് ചെയ്തേ പിന്നെ എണ്ണയും തേച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല. അപ്പം മീശയൊക്കെ ഞാനിങ്ങനെ ചൊറിയുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. കാരണം നമുക്കും ആ റിസൾട്ട് ആണല്ലോ വേണ്ടത്. ഒരു കുഴപ്പമില്ല. എൻ്റെ കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്ക് കിട്ടിയ അനുഭവമല്ലേ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എന്നെ ഇപ്പം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് തേച്ച് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും. അപ്പം നമുക്കത് ഷെയർ ചെയ്യാമല്ലോ. ഒരാൾക്ക് നമ്മളെയും കൊണ്ട് ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല എന്താ പറയുക, നല്ലൊരു നല്ലൊരു റിസൾട്ട്. തലയ്ക്ക് നല്ലൊരു തണുപ്പും മൊത്തത്തിൽ എനിക്ക് നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.